നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യമായ വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആ രണ്ടാം നിലയിലെ എ സി മുറിയിൽ കനത്ത നിശബ്ദത പടർന്നിരിക്കുകയാണ്. വലിയ ഗ്ലാസ് ജനലിലൂടെ പുറത്തെ നഗര കാഴ്ചകളിലേക്ക് നോക്കി ഒരാൾ ഇരിപ്പുണ്ട്. കാർത്തിക് വർമ്മ. കണ്ടാൽ ഏതൊരു പെൺകുട്ടിയും കൊതിച്ചു പോകുന്ന സൗന്ദര്യം. മൂർച്ചയുള്ള കണ്ണുകൾ, ഒതുക്കമുള്ള താടി, കറുത്ത ഷർട്ട്. പക്ഷേ അവൻ്റെ അരക്ക് താഴെ തളർന്നു പോയിരുന്നു. 2 വർഷം മുമ്പ് നടന്ന ആ കാറപകടം അവൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ചു. ചോരയിൽ കുളിച്ചു കിടന്ന അന്ന് കൂടെയുണ്ടായിരുന്ന പലരും അവനെ തനിച്ചാക്കിപ്പോയി. പ്രാണനായി സ്നേഹിച്ചവർ പോലും അവൻ്റെ വൈകല്യം കണ്ട് അകന്നു. അന്ന് മുറിവേറ്റത് അവൻ്റെ കാലുകൾക്ക് മാത്രമല്ല, അവൻ്റെ മനസ്സിനു കൂടിയായിരുന്നു. അന്നു മുതൽ അവൻ മനുഷ്യരെ ഉറത്തു, പ്രണയത്തെ ഉറത്തു. ആർക്കും കീഴടങ്ങാത്ത, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു അഹങ്കാരിയായി അവൻ മാറി. പെട്ടെന്ന് അവൻ്റെ ഫോൺ ശബ്ദിച്ചു. സ്ക്രീനിൽ അങ്കിൾ എന്ന് തെളിഞ്ഞു വന്നു. ഹലോ അങ്കിൾ. കാർത്തികിൻ്റെ ശബ്ദത്തിൽ ഗാംഭീര്യമുണ്ടായിരുന്നു. കാർത്തിക്, നീ ഉടനെ വീട്ടിലേക്ക് വരണം. നിന്റെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ തറവാട്ടിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. പെണ്ണും അവളുടെ വീട്ടുകാരും ഇവിടെയുണ്ട്. കാർത്തികിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അവൻ ഡെസ്കിൽ കൈകൊണ്ടടിച്ചു. അങ്കിൾ, ഞാൻ എത്ര തവണ പറയണം എനിക്കൊരു കല്യാണം വേണ്ട എന്ന്? വീൽചെയറിലിരിക്കുന്ന എന്നെ ഏത് പെണ്ണാണ് സ്നേഹത്തോടെ നോക്കുക? എൻ്റെ പണം കണ്ടുവരുന്ന ഏതെങ്കിലും ഒരുത്തിയെ എനിക്ക് ആവശ്യവുമില്ല. കാർത്തിക്, പറയുന്നത് കേൾക്ക്. ഇത് നിൻ്റെ അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിരുന്നു. അവർ മരിക്കുന്നതിന് മുമ്പ് എന്നോട് വാങ്ങിച്ചു വെച്ച വാക്കാണ്. ദയവ് ചെയ്ത് നീ ഇങ്ങോട്ട് വാ. അങ്കിൾ ഫോൺ കട്ട് ചെയ്തു. കാർത്തിക് ദീർഘനിശ്വാസത്തോടെ തൻ്റെ വീൽചെയറിൻ്റെ വീലുകൾ ശക്തിയായി ഉരുട്ടി. അവൻ്റെ കണ്ണുകളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു. വിശാലമായ ആ പൂമുഖത്ത് ആകെ ബഹളമായിരുന്നു. ഒരു വശത്ത് ഒരു കുടുംബം നിൽപ്പുണ്ട്. അനഘയും അവളുടെ അമ്മയും അനിയനും. അനഘ, നാടൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടി, നീളമുള്ള മുടിയും വലിയ കണ്ണുകളും. പക്ഷേ ആ കണ്ണുകളിൽ സന്തോഷമായിരുന്നില്ല, ഭയമായിരുന്നു. അവളുടെ അച്ഛൻ വരുത്തി വെച്ച വലിയൊരു കടം കാരണം ആ വീട് ജപ്തിയുടെ വക്കിലായിരുന്നു. ആ സമയത്താണ് വർമ്മ കുടുംബത്തിൽ നിന്ന് ഈ ആലോചന വരുന്നത്. മകളുടെ ജീവിതം സുരക്ഷിതമാകുമെന്നും കടങ്ങൾ വീട്ടാമെന്നും കരുതിയാണ് അമ്മ ഇവളെ ഇതിന് നിർബന്ധിച്ചത്. പെട്ടെന്ന് പുറത്തൊരു ആഡംബരക്കാരൻ്റെ ശബ്ദം കേട്ടു. കാർത്തിക് എത്തിക്കഴിഞ്ഞു. ഡ്രൈവർ വന്ന് വീൽചെയർ പുറത്തെടുത്തു. കാർത്തിക് അതിലേറി മാറിയിരുന്നു. അവൻ അകത്തേക്ക് വരുന്നത് കണ്ടതും ഹാളിൽ നിന്നവർ നിശബ്ദരായി. അവൻ്റെ കണ്ണുകൾ നേരെ ചെന്നുന്നത് അനഘയുടെ മുഖത്താണ്. അവൾ പേടിയോടെ തല താഴ്ത്തി നിൽക്കുകയായിരുന്നു. കാർത്തിക് വീൽചെയർ അവൾക്കടുത്തേക്ക് ഉരുട്ടിക്കൊണ്ടുവന്നു. എന്നിട്ട് പരിഹാസത്തോടെ പറഞ്ഞു, കണ്ടില്ലേ അങ്കിൾ, ഇതാണോ എൻ്റെ ഭാര്യയാകാൻ വന്ന പെൺകുട്ടി? എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടും ഇവൾ നിൽക്കുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല, നമ്മുടെ പണം മാത്രം കണ്ടിട്ടാണ്. അത് കേട്ടതും അനഘ ഞെട്ടി തലയുയർത്തി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കാർത്തിക്, വായടക്ക്. അങ്കിൾ ദേഷ്യപ്പെട്ടു. മര്യാദയില്ലാതെ സംസാരിക്കരുത്. ഞാൻ സത്യമല്ലേ അങ്കിൾ പറഞ്ഞത്? കാർത്തിക് അനഘയുടെ അടുത്തേക്ക് ഇത്തിരി കൂടി അടുത്തു. എടോ പെണ്ണേ, നിനക്കെൻ്റെ പണമാണോ വേണ്ടത്? പറയൂ. വീൽചെയറിലിരിക്കുന്ന ഒരു മുടന്തൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് നാണമില്ലേ? അനഘയുടെ അമ്മ കരഞ്ഞുപോയി. പക്ഷേ അനഘ അവൾ കണ്ണീർ തുടച്ചു. അവളുടെ തൊണ്ടയിടറെങ്കിലും അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പണം വേണ്ട സാർ. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ പണത്തിന് പിന്നാലെ പോകുന്നവളല്ല. നിങ്ങളുടെ അവസ്ഥയെ ഞാൻ കളിയാക്കുകയുമില്ല. അവളുടെ മറുപടി കേട്ട് കാർത്തിക് ഒന്ന് അമ്പരന്നു. സാധാരണ താൻ ദേഷ്യപ്പെട്ടാൽ എല്ലാവരും ഭയന്ന് ഓടാറാണ് പതിവ്. പക്ഷേ ഈ പെൺകുട്ടി, അവൾ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് സംസാരിക്കുന്നത്. മനസ്സില്ല മനസ്സുണ്ടെങ്കിലും അവരുടെ വിവാഹം നടന്നു. ആർഭാടങ്ങളൊന്നുമില്ലാത്ത ലളിതമായ ചടങ്ങ്. രാത്രി കാർത്തിക്കിൻ്റെ കിടപ്പുമുറിയിൽ അനഘ തനിച്ചിരിക്കുകയായിരുന്നു. മുറിയാകെ നിശബ്ദമാണ്. റോസാപ്പൂക്കളുടെ മണമുണ്ട്. പെട്ടെന്ന് മുറിയുടെ വാതിൽ തുറന്നു. വീൽചെയർ ഉരുട്ടി കാർത്തി അകത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് കടുത്ത ദേഷ്യമായിരുന്നു. അവൻ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. കേട്ടോടോ, നീ ഈ താലി കെട്ടി ഈ വീട്ടിലേക്ക് വന്നതുകൊണ്ട് എൻ്റെ ഭാര്യയായി മാറില്ല. എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നത് പണത്തിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അനഘ ഒന്നും മിണ്ടാതെ നിലത്തേക്ക് നോക്കി നിന്നു.
എന്നിൽ നിന്ന് ഒരു ഭർത്താവിൻ്റെ സ്നേഹമോ പരിഗണനയോ നീ പ്രതീക്ഷിക്കരുത്. രാത്രി ഈ കട്ടിലിൽ ഉറങ്ങാൻ നിനക്ക് അവകാശമില്ല. ഈ വീടിൻ്റെ ഒരു കോണിൽ ആർക്കും ശല്യമില്ലാതെ ജീവിച്ചു തീർക്കുക. അത്രയും മതി. കാർത്തിക് ദേഷ്യത്തോടെ തൻ്റെ വീൽചെയർ വശത്തേക്ക് മാറ്റി ബെഡിലേക്ക് കയറി കിടന്നു. അനഘയെ തിരിഞ്ഞു പോലും നോക്കാതെ അവൻ കണ്ണുകളടച്ചു. അനഘയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. അവൾ പതുക്കെ മുറിയുടെ ഒരു മൂലയിലുള്ള സോഫയിലേക്ക് നടന്നു. അവിടെ വന്ന് ഇരുന്ന് അവൾ തൻ്റെ വിധിയോർത്ത് വിതുമ്പി. പക്ഷേ അവൾക്കറിയില്ലായിരുന്നു, അടഞ്ഞ വാതിലുകൾക്കപ്പുറം അവൾക്കായി കാത്തിരിക്കുന്നത് വലിയൊരു സ്നേഹത്തിൻ്റെ ലോകമാണോ അതോ അതിലും വലിയ പ്രതിസന്ധികളാണോ എന്ന്. പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. ജനൽ ചില്ലുകളിൽ മഴത്തുള്ളികൾ വന്നെടുക്കുന്ന ശബ്ദം മാത്രം ആ വലിയ മുറിയിൽ മുഴങ്ങിക്കേട്ടു. കാർത്തിക് ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുകയാണ്. അവന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ പതുക്കെ തലയുയർത്തി സോഫയിലേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ പുതപ്പും പുതച്ച് കുടുങ്ങിപ്പിടിച്ചിരിക്കുന്ന അനഘയെ അവൻ കണ്ടു. തണുപ്പ് കാരണം അവൾ ചെറുതായി വിറക്കുന്നുണ്ടായിരുന്നു. കാർത്തികിൻ്റെ മനസ്സിൽ അറിയാതെ ഒരു കുറ്റബോധം തോന്നി. അവൾ ഒരു പാവം പെൺകുട്ടിയാണ്. അവളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ കൊണ്ടല്ലേ ഇവിടെ വരേണ്ടി വന്നത്. ഞാൻ എന്തിനാ അവളോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത്? അവൻ സ്വയം ചോദിച്ചു. അവൻ പതുക്കെ എഴുന്നേറ്റ് വീൽചെയറിൽ അവളുടെ അടുത്തേക്ക് വന്നു. തൻ്റെ മേലെ ഉണ്ടായിരുന്ന വലിയ പുതപ്പെടുത്ത് അവൻ അവളുടെ മേലേക്ക് പതുക്കെ പുതപ്പിച്ചു. ആ സ്പർശനത്തിൽ അനഘ പതുക്കെ കണ്ണുകൾ തുറന്നു. ഇരുട്ടിൽ അവൻ്റെ മുഖം അവിടെ തൊട്ടടുത്തായിരുന്നു. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. കാർത്തിക്കിൻ്റെ കയ്യിലെ ചൂട് അനഘയുടെ ശരീരത്തിലൂടെ പടർന്നു. കാർത്തിക്, നിങ്ങൾ, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ വിളിച്ചു. മിണ്ടാതെ കിടന്നു. തണുത്ത് വിറക്കുന്നത് കണ്ടതുകൊണ്ടാ. അവൻ ഗൗരവം നടിച്ചെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഒരു കരുതൽ ഉണ്ടായിരുന്നു. രാവിലെ നേരം പുലർന്നു. സൂര്യരശ്മികൾ മുറിയിലേക്ക് അരിച്ചെത്തിയപ്പോൾ കാർത്തിക് കണ്ണുകൾ തുറന്നു. അവൻ നോക്കുമ്പോൾ ബെഡിനടുത്തുള്ള മേശപ്പുറത്ത് ആവി പറക്കുന്ന ഒരു കപ്പ് ചായയും അവൻ്റെ ദിവസേനയുള്ള മരുന്നുകളും എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ ചുറ്റും നോക്കി. അനഘ മുറിയിലില്ല. അവൻ പതുക്കെ വീൽചെയറിലേക്ക് മാറിയിരുന്ന് പുറത്തേക്ക് വന്നു. വീടിൻ്റെ വലിയ ഹാൾ ആകെ വൃത്തിയായി കിടക്കുന്നു. അടുക്കളയിൽ നിന്ന് മനോഹരമായ ഒരു പാട്ടിൻ്റെ ഇണം കേൾക്കാം. അനഘ രാവിലത്തെ പ്രാതൽ ഉണ്ടാക്കുകയാണ്. കാർത്തിക് വീൽചെയർ അടുക്കളയുടെ വാതിൽക്കലേക്ക് ഉരുട്ടിക്കൊണ്ടുവന്നു. അവൻ അവളെ തന്നെ നോക്കി നിന്നു. തലമുടി പിന്നിലേക്ക് കെട്ടിവെച്ച് നാടൻ ശൈലിയിൽ സാരി എടുത്ത് നിൽക്കുന്ന അവളിൽ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ അനഘ അവനെ കണ്ടു. അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. സോറി കാർത്തിക്, അവൾ തിരുത്തി പറഞ്ഞു. ചായ മുറിയിൽ വെച്ചിരുന്നു, കുടിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായിട്ടുണ്ട്, കഴിക്കാനെടുക്കട്ടെ? കാർത്തിക് തൻ്റെ മുഖത്ത് ഗൗരവമിടാതെ പറഞ്ഞു. എനിക്ക് സഹതാപം കാണിക്കേണ്ട ആവശ്യമായിട്ടില്ല അനഘ. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ വേലക്കാരുണ്ട്. നീ അതോർത്ത് ബുദ്ധിമുട്ടണ്ട. അനഘ അവൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി പറഞ്ഞു. ഇത് സഹതാപമില്ല കാർത്തിക്, കർത്തവ്യമാണ്. ഈ താലി കെട്ടിയ നിമിഷം മുതൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. വേലക്കാർ ചെയ്യുന്നത് പോലെയല്ല, ഒരു ഭാര്യ ചെയ്യുന്ന കരുതലിൽ സ്നേഹമുണ്ട്. നിങ്ങൾ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അവളുടെ ഉറച്ച വാക്കുകൾ കേട്ട് കാർത്തിക് ഒന്നും മിണ്ടാനാവാതെ നിന്നുപോയി. അവളിൽ കാണുന്ന ഈ നിശ്ചയദാർഢ്യം അവനെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ആഴ്ചകൾ കടന്നുപോയി. കാർത്തിക്കിൻ്റെ കല്ലുപോലെയുള്ള മനസ്സിൽ അനഘ പതുക്കെ മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. അവൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ അവളൊരു പുഞ്ചിരിയോടെ അത് സഹിച്ചു. അവന് സമയത്തിന് മരുന്ന് നൽകാനും അവൾ മുൻപന്തിയിലുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം തറവാട്ട് വീടിൻ്റെ വലിയ പൂന്തോട്ടത്തിൽ കാർത്തിക് വീൽചെയറിലിരിക്കുകയായിരുന്നു. ചുറ്റും വിരിഞ്ഞു നിൽക്കുന്ന റോസാപ്പൂക്കൾ. അനഘ അവൻ്റെ പുറകിൽ വന്നു നിന്നു. കാർത്തിക്, നമുക്ക് ആ പൂന്തോട്ടത്തിൻ്റെ അറ്റത്തുള്ള ആ വലിയ മാവിൻ്റെ ചുവട്ടിലേക്ക് പോയാലോ? അവിടെ നല്ല കാറ്റുണ്ട്. കാർത്തിക് ഒന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ അവൻ്റെ വീൽചെയർ മുന്നോട്ടുരുട്ടി. വഴിയരികിൽ കിടന്ന ചെറിയൊരു കല്ലിൽ തട്ടി വീൽചെയർ ചെരിഞ്ഞു. കാർത്തിക് മുന്നോട്ട് വീഴാൻ പോയതും അനഘ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ച് താങ്ങി നിർത്തി. രണ്ടുപേരും ആ നിമിഷം നിശബ്ദരായി. അനഘയുടെ ശ്വാസക്കാറ്റ് കാർത്തികിൻ്റെ കഴുത്തിൽ തട്ടുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ വലിയ കണ്ണുകളിൽ ഭയമല്ല, അവനോടുള്ള കരുതൽ മാത്രമായിരുന്നു.
നിനക്ക് ബുദ്ധിമുട്ടാകുന്നില്ല അനഘെ? കാർത്തിക് പതുക്കെ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ ആദ്യമായി ആർദ്രതയുണ്ടായിരുന്നു. ചലിക്കാൻ കഴിയാത്ത, നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയാത്ത ഒരുവൻ്റെ കൂടെ ഇങ്ങനെ ജീവിക്കാൻ നിനക്ക് മടുക്കുന്നില്ലേ? അനഘ അവനെ നേരെ ഇരുത്തി അവൻ്റെ കൈകളിൽ പിടിച്ചു. എന്താ കാർത്തിക് നിങ്ങളിങ്ങനെ പറയുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ശരീരമല്ല, എന്നെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ഈ മനസ്സാണ്. നിങ്ങളുടെ ഈ വീൽ ചെയർ എനിക്കൊരു ഭാരമല്ല. എനിക്ക് നിങ്ങൾ മാത്രമാണ് പ്രധാനം. ആ വാക്കുകൾ കാർത്തിക്കിൻ്റെ ഉള്ളിലെ എല്ലാ ധാരണകളും തച്ചുടച്ചു. 2 വർഷമായി താൻ കെട്ടിപ്പടുത്ത ദേഷ്യത്തിൻ്റെ ഭിത്തികൾ തകർന്നു വീണു. അവൻ അവളുടെ കൈകൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ആദ്യമായി അവൻ അവളോട് പുഞ്ചിരിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. ആ വൈകുന്നേരത്തിൻ്റെ ശാന്തതയിൽ അവിടെ പ്രണയത്തിൻ്റെ പുതുമ പെയ്തുറങ്ങുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ സന്തോഷത്തോടെ കടന്നുപോയി. കാർത്തിക്കും അനഘയും തമ്മിൽ അടുത്ത ബന്ധം ഉടലെടുത്തു. കാർത്തിക് ഇപ്പോൾ പഴയതുപോലെ ദേഷ്യപ്പെടാറില്ല. അവളോട് സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖത്തെപ്പോഴും ഒരു ചെറിയ പുഞ്ചിരിയുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം കാർത്തിക് ഓഫീസിൽ നിന്ന് തിരിച്ചെത്താൻ വൈകിയ അനഘ പോർച്ചിൽ കാർത്തികിനായി കാത്തു നിൽക്കുകയാണ്. പെട്ടെന്ന് ഒരു കറുത്ത കാർ ഗേറ്റ് കടന്നു വന്നു. കാർത്തിക് എന്താണെന്ന് കരുതി അനഘ മുഖത്ത് പുഞ്ചിരിയോടെ മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ കാറിൻ്റെ വാതിൽ തുറന്ന് ഇറങ്ങി വന്നയാളെ കണ്ടതും അവളുടെ കാലുകൾ ഉറച്ചുപോയി. മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അത് വിവേകായിരുന്നു. അനഘയെ ഒഴിവാക്കി മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പോയ അവളുടെ മുൻകാമുകൻ. അവനെ കണ്ടതും അനഘയുടെ ആകെ ശരീരം പിറക്കാൻ തുടങ്ങി. വിവേക്, നീ എന്തിനാ ഇവിടെ വന്നത്? അവൾ ഭയത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. വിവേക് ഒരു പരിഹാസ ചിരിയോടെ അവളിലേക്ക് അടുത്തു വന്നു. അവൻ്റെ കണ്ണുകളിൽ കുതന്ത്രങ്ങളുണ്ടായിരുന്നു. എന്താ അനഘെ, എന്നെ കണ്ടിട്ടൊരു സ്വാഗതം പോലും പറയുന്നില്ലേ? അവൻ ചുറ്റും നോക്കി. കൊള്ളാം, നല്ല വലിയ ബംഗ്ലാവ്. പക്ഷേ ഈ വലിയ ബംഗ്ലാവിൽ നീ കഴിയുന്നത് ആരുടെ കൂടെയാണെന്നറിയാമോ? മിണ്ടിപ്പോകരുത്, അനഘ ഉറക്കെ വെച്ചു. ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന്. നിനക്കിവിടെ ഒരു കാര്യവുമില്ല. വിവേക് ഒട്ടും ഭയമില്ലാതെ അവളിലേക്ക് അടുത്തു വന്നു. അവളുടെ കയ്യിൽ ബലമായി പിടിച്ചു. അനഘെ, നീ കാണിക്കുന്ന ഭ്രാന്ത് നിർത്ത്. വീൽ ചെയറിലിരിക്കുന്ന ആ മുടന്തൻ്റെ കൂടെയാണോ നീ ജീവിക്കുന്നത്? നിന്റെ ഭർത്താവിന് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല. എൻ്റെ കൂടെ പോരനഘെ. നമ്മൾ പണ്ട് ആഗ്രഹിച്ച പോലെ ജീവിക്കാം. ആ പണക്കാരൻ്റെ പണം കണ്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കരുത്. കൈവിടടാ. അനഘ അവൻ്റെ പിടിവെടുക്കാൻ ശ്രമിച്ചു. എൻ്റെ ഭർത്താവ് എങ്ങനെയുള്ള ആളായാലും എനിക്ക് അവരാണ് എല്ലാം. ഇറങ്ങിപ്പോ ഇവിടെ നിന്ന്. സഹിക്കട്ട അനഘ അവൻ്റെ കരണത്തടിക്കാൻ കൈയോങ്ങിയതും പുറകിൽ നിന്ന് ആ വീൽചെയറിൻ്റെ ശബ്ദം കേട്ടു. ഗേറ്റിന് മുന്നിൽ കാർത്തിക് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് കടുത്ത ദേഷ്യവും അതേസമയം ഹൃദയം തകർന്ന സങ്കടവും ഉണ്ടായിരുന്നു. വിവേക പറഞ്ഞ നിന്റെ ഭർത്താവിന് നിന്നെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന അവസാനത്തെ വാക്കുകൾ കാർത്തിക്കിൻ്റെ കാതുകളിൽ ഇടുത്തി പോലെ വന്നു പതിക്കുകയായിരുന്നു. കാർത്തിക് അനഘയെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ വീണ്ടും പഴയ സംശയത്തിൻ്റെയും വേദനയുടെയും നീൽ വീണ് കഴിഞ്ഞിരുന്നു. പോർച്ചിലെ ലൈറ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ കാർത്തിക്കിൻ്റെ മുഖം കൂടുതൽ കാണപ്പെട്ടു. അനഘ വിവേകിൻ്റെ പിടിയിൽ നിന്ന് കൈവെട്ടിച്ച് മാറ്റി വിറക്കുന്ന കാലുകളോടെ കാർത്തിക്കിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കാർത്തിക്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. വിവേക പറയുന്നത് കേൾക്കരുത്. അവളുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. കണ്ണീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. പക്ഷേ കാർത്തിക് തൻ്റെ വലതു കൈ ഉയർത്തി അവളെ തടഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. അവൻ്റെ കണ്ണുകളിലെ ആ പഴയ സ്നേഹവും ഊഷ്മളതയും പെട്ടെന്നൊരു മഞ്ഞമല പോലെ തണുത്തുറഞ്ഞു പോയിരുന്നു. അവൻ വീൽചെയർ വിവേകിന് അഭിമുഖമായി തിരിച്ചു. താൻ പറഞ്ഞത് ഒരു പക്ഷേ സത്യമുണ്ടാകാം. കാർത്തികിൻ്റെ ഗാംഭീര്യമുള്ള ശബ്ദം മുഴങ്ങി. ഒരു വീൽചെയറിലിരിക്കുന്നവന് നൽകാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. പക്ഷേ അവൻ പതുക്കെ തല ഉയർത്തി വിവേകിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു. പക്ഷേ അനഘ എൻ്റെ ഭാര്യയാണ്. ഈ വീട്ടിൽ നിൽക്കണോ പോകണോ എന്ന് തീരുമാനിക്കേണ്ടത് അവളാണ്. അല്ലാതെ തൻ്റെ കൂടെ വരാൻ അവൾ നിന്റെ കളിപ്പാട്ടമല്ല. ഇറങ്ങിപ്പോ എൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ.
കാർത്തിക്കിൻ്റെ ശബ്ദത്തിലെ ദേഷ്യവും അധികാരവും കണ്ട് വിവേക് ഒന്ന് പതറി. എങ്കിലും അവനൊരു പരിഹാസ്യതയോടെ അനഘയെ നോക്കി. അനഘെ, നീ ആലോചിച്ചു നോക്ക്. ഒരായുസ് മുഴുവൻ ഈ വീൽചെയറിൻ്റെ കൂടെ കഴിയാനാണോ എന്ന്? വിവേക് ഭീഷണിയോടെ പറഞ്ഞ് കാറിലേക്ക് കയറി ഓടിച്ചുപോയി. വിവേക് പോയതും കാർത്തിക് അനഘയെ തിരിഞ്ഞു നോക്കാതെ തൻ്റെ വീൽചെയർ വേഗത്തിൽ മുറിയിലേക്ക് ഉരുട്ടിപ്പോയി. വാതിൽ മനഃശബ്ദത്തോടെ അടച്ചുപൂട്ടി. കാർത്തിക്, പ്ലീസ് വാതിൽ തുറക്കും. ഞാൻ പറയുന്നതൊന്ന് കേൾക്കും. അന്ന് രാത്രി മുഴുവൻ അനഘ അടഞ്ഞ വാതിലിൽ മുട്ടിപിടിച്ച് കരഞ്ഞു. വിവേക് എൻ്റെ കഴിഞ്ഞ കാലമാണ് കാർത്തിക്. അവൻ എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല. എനിക്ക് നിങ്ങൾ മാത്രമാണ് പ്രധാനം. പ്ലീസ് എന്നെ തള്ളിക്കളയരുത്. എന്നാൽ മുറിക്കുള്ളിൽ കാർത്തിക് തൻ്റെ തകർന്ന മനസ്സിനോട് പോരാടുകയായിരുന്നു. അവൻ ഇരുട്ടിൽ വീൽചെയറിലിരുന്ന് സ്വന്തം കാലുകളിലേക്ക് നോക്കി. ഞാൻ അവൾക്കൊരു ഭാരമാണോ? എൻ്റെ വൈകല്യം കാരണം അവളുടെ ചെറുപ്പവും സന്തോഷങ്ങളും നശിക്കുകയാണോ? അവൾ എന്നോട് കാണിക്കുന്നത് സ്നേഹമാണോ, അതോ വെറും സഹതാപമാണോ? ആ ചിന്തകൾ അവൻ്റെ ഹൃദയം തുളച്ചു കയറി. രാത്രി മുഴുവൻ അവൻ കണ്ണടച്ചില്ല. രാവിലെ നേരം പുലർന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് പുറത്തെ തറയിലിരുന്ന അനഘ പെട്ടെന്ന് എഴുന്നേറ്റു. കാർത്തിക് വീശാരിലിരുന്ന് പുറത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ചില കടലാസുകളുണ്ടായിരുന്നു. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. അവൻ ആ കടലാസുകൾ അനഘയ്ക്ക് നേരെ നീട്ടി. എന്താ ഇത് കാർത്തിക്? അവൾ വിറക്കുന്ന കൈകളോട് ചോദിച്ചു. ഡിവോഴ്സ് പേപ്പേഴ്സാണ് അനഘ, കാർത്തിക് ശാന്തമായി പറഞ്ഞു. നിനക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഞാൻ തരാം. വിവേക് പറഞ്ഞത് ചില സത്യങ്ങളുണ്ട്. ഞാൻ കാരണം നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടരുത്. ഇതിൽ ഒപ്പിട്ട് നിനക്കിഷ്ടമുള്ള വഴിക്ക് പോകാം. എൻ്റെ സ്വത്തിൻ്റെ ഒരു പങ്ക് നിന്റെ പേരിൽ ഞാൻ എഴുതി വെക്കാം. അത് കേട്ടത് അനഘ തകർന്നു. അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അവൾ ആ പേപ്പറുകൾ വാങ്ങി കാർത്തിക്കിൻ്റെ മുന്നിൽ വെച്ച് വലിച്ചു കീറിയെറിഞ്ഞു. നിങ്ങൾക്ക് എന്നെ സംശയമാണല്ലേ കാർത്തിക്? അവൾ ഉറക്കെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എൻ്റെ സ്നേഹം വ്യാജമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? എങ്കിൽ കേട്ടോ, ഈ അനഘ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാർത്തിക്കിൻ്റെ ഭാര്യയായിട്ടായിരിക്കും. നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കിൽ പറയണം. ഞാൻ ഈ ജീവൻ കളയാൻ തയ്യാറാണ്. അവളുടെ കണ്ണുകളിലെ ആത്മാർത്ഥതയും കണ്ണീരും കണ്ട കാർത്തിക്കിൻ്റെ ഉള്ളിലെ എല്ലാ അഹങ്കാരവും അലിഞ്ഞുപോയി. അവൻ വീൽചെയറിൽ നിന്ന് മുന്നോട്ടാഞ്ഞ് അവളെ തൻ്റെ മാറോടണച്ചു. എനിക്ക് പേടിയാണ് അനഘ. അവൻ വീങ്ങിപ്പൊട്ടി. എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചമായി വന്ന നിന്നെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് എനിക്ക് പേടിയാണ്. ആ പ്രഭാതത്തിൽ അവർ പരസ്പരം കണ്ണീരിൽ കഴുകി ഒന്നായി. പക്ഷേ വിവേക് അത്ര പെട്ടെന്ന് തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാർത്തികിൻ്റെ കമ്പനി തകർക്കാനും അനഘയെ കാർത്തികിൽ നിന്ന് ശാശ്വതമായി അകറ്റാനും അവൻ പുതിയൊരു ദ്രോഹം മെനയുകയായിരുന്നു. 2 ആഴ്ചകൾക്ക് ശേഷം കാർത്തികിന് അടിയന്തരമായ ഒരു ബിസിനസ് മീറ്റിങ്ങിനായി നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. ഡ്രൈവർ കാർ ഓടിക്കുകയായിരുന്നു. കാർത്തിക് പിൻസീറ്റിലിരുന്ന് അനഘയോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അനഘ, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വേഗമെത്തും. ശരി കാർത്തിക്, വേഗം വരണേ. എനിക്കെന്തോ ഉള്ളിലൊരു പേടി പോലെ. പെട്ടെന്ന് ഫോണിലൂടെ ഒരു വലിയ ശബ്ദം കേട്ടു. ബ്രേക്കിൻ്റെ കടിയൊച്ചയും ലോറി വന്നിടിക്കുന്ന ശബ്ദവും. കാർത്തിക്, കാർത്തിക്, അനഘ ഫോണിലൂടെ ഉറക്കെ നിലവിളിച്ചു. പക്ഷേ മറുപടി ഉണ്ടായിരുന്നത് കനത്ത നിശബ്ദത മാത്രം. വിവേക് ഏർപ്പാടാക്കിയ ഒരു കൊട്ടേഷൻ സംഘം കാർത്തികിൻ്റെ കാറിലേക്ക് ഒരു വലിയ ലോറി ഇടിച്ചു കയറ്റുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICU മുറിക്ക് മുന്നിൽ അനഘ തകർന്നിരുന്ന് കരയുകയായിരുന്നു. അവളുടെ വസ്ത്രങ്ങളിൽ കാർത്തികിൻ്റെ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. അനഘ ഡോക്ടറുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ, കാർത്തിക്, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഡോക്ടർ മാസ്ക് അയച്ച് പതുക്കെ പുഞ്ചിരിച്ചു. വിഷമിക്കണ്ട, അപകടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയില്ല. പക്ഷേ അത്ഭുതകരമായ മറ്റൊരു കാര്യം സംഭവിച്ചു. അനഘ അത്ഭുതത്തോടെ ഡോക്ടറെ നോക്കി. അപകടത്തിൻ്റെ ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ നട്ടലിലെ തളർന്നു പോയ പഴയ ചില നാഡികൾക്ക് വീണ്ടും ജീവൻ വെച്ചിട്ടുണ്ട്. ഇതൊരു അത്ഭുതമാണ് അനഘ. കൃത്യമായ ഫിസിയോതെറാപ്പി നൽകിയാൽ കാർത്തികിന് സ്വന്തം കാലിൽ വീണ്ടും നടക്കാൻ കഴിയും. ഡോക്ടറുടെ വാക്കുകൾ കേൾക്ക് അനഘയുടെ കണ്ണുകളിൽ നിന്ന് സന്തോഷക്കണ്ണീർ ഒഴുകിയിറങ്ങി. അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷേ ആശുപത്രിയിൽ നിന്ന് വിവേക വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ്റെ മുഖത്ത് പുതിയൊരു ദൃഷ്ടിച്ചിരി വിരിഞ്ഞു. ICUവിൽ നിന്ന് കാർത്തികിനെ റൂമിലേക്ക് മാറ്റിയിരുന്നു.
അവൻ പതുക്കെ കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് കണ്ണുകൾ നിറഞ്ഞ സന്തോഷവുമായി അനഘയാണ്. അനഘ. അവൻ്റെ ശബ്ദം അടഞ്ഞിരുന്നു. ഒന്നും സംസാരിക്കേണ്ട കാർത്തിക്. അവൾ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഡോക്ടർ ഒരു വലിയ സന്തോഷ വാർത്ത പറഞ്ഞു. നിങ്ങളുടെ കാലുകളിലെ ഞരമ്പുകൾക്ക് വീണ്ടും ചലനശേഷി തിരികെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ജയിച്ചു കാർത്തിക്. നിങ്ങൾ വീണ്ടും നടക്കും. കാർത്തിക്കിൻ്റെ കണ്ണുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഭാവമായിരുന്നു. 2 വർഷമായി താൻ ആഗ്രഹിച്ച ആ നിമിഷം. പക്ഷേ അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് വിവേകിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. ഈ അപകടം ഒരു യാദൃശ്ചികമല്ല. ഇത് വിവേക് ചെയ്യിച്ചതാണ്. കാർത്തിക് ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ ചിരിച്ചു വരുന്നത് അവൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ നടക്കാൻ പോകുന്ന കാര്യം നമ്മളിപ്പോൾ പുറത്തു പറയരുത്. അവൻ ഇനിയും അപകടങ്ങൾ ഉണ്ടാക്കാൻ അവസരം നൽകരുത്. അനഘ അവൻ്റെ തീരുമാനം അംഗീകരിച്ചു. അവിടെ നിന്നങ്ങോട്ട് കാർത്തിക്കിൻ്റെ കഠിനമായ പോരാട്ടമായിരുന്നു. ആശുപത്രി മുറി രഹസ്യമായ ദിവസം മണിക്കൂറുകളോളം ഫിസിയോതെറാപ്പി നടന്നു. വേദന കൊണ്ട് കാർത്തിക് നിലവിളിച്ചപ്പോഴും തോറ്റുപോയെന്ന് കരുതിയപ്പോഴും താങ്ങായി തണലായി അനഘ കൂടെയുണ്ടായിരുന്നു. ഓരോ ചുവടിലും അവൾ അവന് ധൈര്യം നൽകി. മാസങ്ങളുടെ കഠിനശ്രമത്തിനൊടുവിൽ വീൽചെയറില്ലാതെ ചുവരുകളിൽ പിടിക്കാതെ കാർത്തിക് സ്വന്തം കാലിൽ ആദ്യമായി ചുവടുകൾ വെച്ചു. അതേസമയം പുറത്ത് കാർത്തിക് ആശുപത്രിയിലാണെന്ന അവസരം മുതലാക്കി വിവേക് വലിയൊരു ചതിക്ക് കളമൊരുക്കിയിരുന്നു. വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഷെയറുകൾ വ്യാജരേഖകളുണ്ടാക്കി സ്വന്തമാക്കാൻ അവൻ ഡയറക്ടർ ബോർഡിലെ ചിലരെ പണം കൊടുത്ത് സ്വാധീനിച്ചു. അടുത്ത ആഴ്ച നടക്കുന്ന കമ്പനിയുടെ ആനുവൽ ജനറൽ മീറ്റിംഗിൽ വെച്ച് പുതിയ ചെയർമാനായി സ്വയം പ്രഖ്യാപിക്കാനായിരുന്നു അവൻ്റെ പദ്ധതി. മീറ്റിംഗ് ദിവസം വന്നു ചേർന്നു. കമ്പനിയുടെ 2ാം നിലയിലെ വലിയ ഹാളിൽ മാധ്യമപ്രവർത്തകരും ഡയറക്ടർമാരും നിറഞ്ഞിരുന്നു. സ്റ്റേജിൽ വിവേക് തലയുയർത്തി നിന്നു. അവൻ്റെ മുഖത്ത് വിജയച്ചിരിയുണ്ടായിരുന്നു. പെട്ടെന്ന് ഹാളിൻ്റെ വാതിൽ തുറന്ന് അനഘ അകത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് ഭയത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. വിവേക് മൈക്കിലൂടെ ഉറക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വർമ്മ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്ന കാർത്തിക് വർമ്മ ഇനി ഒരിക്കലും ഈ കമ്പനി നയിക്കാൻ പ്രാപ്തനല്ല. അവൻ കിടപ്പിലാണ്. അവൻ്റെ ഭാര്യ അനഘ പോലും ഇന്ന് അവൻ്റെ അവസ്ഥയിൽ മടുത്ത് എൻ്റെ കൂടെ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇനി ഈ കമ്പനി ഞാൻ ഭരിക്കും. സദസ്സിലിരുന്ന് എല്ലാവരും ഞെട്ടലോടെ അനഘയെ നോക്കി. വിവേക് അനഘയുടെ അടുത്തേക്ക് വന്ന് അവരുടെ കയ്യിൽ പിടിക്കാൻ അഞ്ഞതും ഹാളിൻ്റെ വലിയിരുമ്പ് വാതിലുകൾ വൻ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. ഹാളിലെ മുഴുവൻ ആളുകളുടെയും കണ്ണുകൾ ആ വാതിലിലേക്ക് നീണ്ടു. അവിടെ വീൽചെയറില്ലാതെ ഊന്നുവടിയുടെ പോലും സഹായമില്ലാതെ കറുത്ത സ്യൂട്ടിമണിഞ്ഞ് തലയുയർത്തി നടന്നു വരുന്ന കാർത്തിക് വർമ്മ. അവൻ്റെ ഓരോ ചുവടിലും ആത്മവിശ്വാസവും ഗാംഭീര്യവും തുടിച്ചു നിന്നു. ഹാളിൽ വലിയൊരു നിശബ്ദത പടർന്നു. വിവേകിൻ്റെ കയ്യിൽ നിന്നുള്ള പേപ്പറുകൾ താഴെ വീണു. അവൻ്റെ മുഖത്തെ ചോര വാർന്നു പോയി. കാർത്തിക് സ്റ്റേജിലേക്ക് കയറി വന്നു. അവൻ അനഘയെ തൻ്റെ ഇടതു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് വിവേകിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ കമ്പനിയും എൻ്റെ ഭാര്യയെയും സ്വന്തമാക്കാൻ നിനക്ക് ജനം ഒരുപാട് എടുക്കേണ്ടി വരും വിവേക്. കാർത്തികിൻ്റെ ശബ്ദം ആ ഹാളിൽ ഇടിമുഴക്കം പോലെ മുഴങ്ങി. അതേസമയം പോലീസുകാർ ഹാളിലേക്ക് കടന്നു വന്നു. നിന്റെ എല്ലാ കളികളും അവസാനിച്ചു വിവേക്, കാർത്തിക് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. എൻ്റെ കാർ ഇടിച്ചു തെറിപ്പിക്കാൻ നീ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ ഓഡിയോ റെക്കോർഡിങ്ങും കമ്പനിയിൽ നീ നടത്തിയ വ്യാജരേഖ ചമക്കലിൻ്റെ തെളിവുകളും പോലീസിന് കൈമാറിക്കഴിഞ്ഞു. സിറ്റി പോലീസ് കമ്മീഷണർ മുന്നോട്ട് വന്ന് വിവേകിൻ്റെ കൊളറിൽ പിടിച്ചു. പോവാം വിവേക്, നിനക്കുള്ള സ്ഥലം ജയിലാണ്. ഹാളിലുണ്ടായിരുന്ന എല്ലാവരുടെയും കയ്യടികൾക്കിടയിലൂടെ വിവേകിനെ പോലീസ് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അന്ന് രാത്രി തറവാട്ട് വീട്ടിൻ്റെ പൂന്തോട്ടത്തിൽ നിലാവിൻ്റെ വെളിച്ചത്തിൽ കാർത്തിക്കും അനഘയും പരസ്പരം കൈകോർത്ത് നടക്കുകയായിരുന്നു. കാർത്തിക് പതുക്കെ നിന്ന് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അനഘ, ഇരുട്ടിൽ തളർന്നു പോയ ഒരുവന് നീ വെളിച്ചമായി വന്നു. ലോകം മുഴുവൻ എന്നെ വെറുത്തുപോയും ഞാൻ വീണുപോയപ്പോഴും എന്നെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചതിന് നന്ദി. അനഘ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു മനോഹരമായ പുഞ്ചിരിയോടെ പറഞ്ഞു. വിവാഹം എന്നത് 2 ശരീരങ്ങളോട് കൂടിച്ചേരലല്ല കാർത്തിക്, 2 മനസ്സുകളുടെ വിശ്വാസമാണ്. ആ വിശ്വാസമുള്ളിടത്തോളം കാലം നമ്മളെ വേർപെടുത്താൻ വിധിക്ക് പോലും കഴിയില്ല. കാർത്തിക് അവളുടെ നെറ്റിയിൽ ആഴത്തിൽ അമർത്തി ചുംബിച്ചു. അവൾ നടന്നു വന്ന് അനഘയെ കോരിയെടുത്തു. മുറിയിലേക്ക് നടന്നു. അയ്യോ കാർത്തിക്, കാല് വേദനിക്കും, താഴെ ഇറക്കും, അവൾ ബഹളം വെച്ചു.
എൻ്റെ ഭാര്യയെ എൻ്റെ കൈകളിൽ താങ്ങാൻ എനിക്ക് കഴിയും. അവൻ അവളെ കട്ടിലിലേക്ക് പതുക്കെ കിടത്തി. അവൾക്ക് മുകളിലേക്ക് ചാഞ്ഞു. അവൻ അവളുടെ ഓരോ കോണിലും തൻ്റെ പ്രണയത്തിൻ്റെ മുദ്രകൾ പതിപ്പിച്ചു. ഇത്രയും നാൾ എൻ്റെ വൈകല്യം കാരണം നിനക്ക് തരാൻ കഴിയാതെ പോയ സന്തോഷങ്ങൾ ഇനി ഞാൻ നിനക്ക് തരും. അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റി അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. ആ രാത്രി അവരുടെ പ്രണയത്തിൻ്റെ മനോഹരമായ പൂർണ്ണതയ്ക്ക് ആ വീട് സാക്ഷ്യം വഹിച്ചു.